നമസ്കാരം, ഇവർക്ക് ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് മൂന്ന് ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. ഫസ്റ്റ് ആർട്ടിക്കിൾ ഇത് ഹിന്ദു ന്യൂസ് പേപ്പറിലെ എഡിറ്റോറിയൽ പേജിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. നമ്മുടെ സെൻസസ് 2025 ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററും അതേപോലെ നാഷണൽ രജിസ്റ്റർ ഓഫ് ഇന്ത്യൻ സിറ്റിസൺസും NRIC എന്ന് പറയുന്ന ഈ രണ്ട് ടോപ്പിക്കാണ് ആ ഒരു സെൻസസ് 2025 എന്നുള്ള ഒരു ആർട്ടിക്കിൾ നമുക്ക് മെയിൻലി എക്സാം റിലേറ്റഡ് ആയിട്ട് പഠിക്കേണ്ടതുള്ളത്. നിങ്ങൾ ഒരുപക്ഷെ വാർത്തകളിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്ന കാര്യമാണ് തന്നെ. ഗവൺമെന്റ് ഈ പറഞ്ഞ പോലെ സെൻസസിലേക്കുള്ള നടപടികൾ ബേസിക്കലി ആരംഭിച്ചിട്ടുള്ളതായിട്ട് വാർത്ത വന്നിട്ടുണ്ട്. അടുത്ത വർഷം സെൻസസ് കണ്ടക്ട് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഓൾറെഡി തന്നെ നമ്മൾ ഡിലേഡ് ആണ്. ബിക്കോസ് 2021 കണ്ടക്ട് ചെയ്യേണ്ടതാണ്. കാരണം ഇതിന് മുമ്പത്തെ സെൻസസ് ഇന്ത്യയിൽ ഒഫീഷ്യലി കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് 2011 സെൻസസ് എന്ന് പറയുന്ന ഒരു ഡെസിഗ്നേറ്റഡ് എക്സസൈസ് ആണെന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. എല്ലാ 10 വർഷം കൂടുമ്പോഴും കണ്ടക്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോഴും 2021 ചെയ്യേണ്ടതായിരുന്നു. ബട്ട് കോവിഡിന്റെ ഒരു ചെറിയ ആഫ്റ്റർ എഫക്ട് മൂലം നമ്മൾ ഡിലേഡ് ആയിപ്പോയതാണ്. അപ്പൊ ആ ഒരു ഡിലേഡ് ആയ ആ ഒരു സെൻസസ് ഇന്ത്യയിൽ 2025 കണ്ടക്ട് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് റീസെന്റ് ഗവൺമെന്റ് അറിയിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ വന്നിരിക്കുന്നതാണ് ആ ഒരു എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിൾ. രണ്ടാമത്തെ ടോപ്പിക്ക് കോപ്പിറൈറ്റ് ലോസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇത് ഇപ്പോൾ റീസെന്റ് പറഞ്ഞ പോലെ വാർത്തകളിൽ ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ടോപ്പിക് കൂടിയാണ്. എന്റർടൈൻമെന്റ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ കൂടിയാണത്. മെയിൻലി പറഞ്ഞ പോലെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നമ്മൾ റീസെന്റ് പറഞ്ഞ തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ പറഞ്ഞ പോലെ നയൻതാര ഈ പറഞ്ഞ പോലെ ഒരു ബയോപിക് നെറ്റ്ഫ്ലിക്സുമായിട്ട് ചേർന്നിട്ട് ഒരു ബയോപിക് തയ്യാറാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിലേക്ക് ഈ പറഞ്ഞ പോലെ ധനുഷിന്റെ പ്രൊഡക്ഷൻ ഹൗസ് നിർമ്മിച്ച നയൻതാരയുടെ ഒരു ഫിലിമിന്റെ ചെറിയൊരു ബിഹൈൻഡ് ദ സീൻസ് വീഡിയോസ് ആളുടെ ഈ പറഞ്ഞ പോലെ ബയോപിക്കിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ ഈ പറഞ്ഞ പോലെ ധനുഷിന്റെ പ്രൊഡക്ഷൻ ഹൗസ് ഈ പറഞ്ഞ പോലെ കോപ്പിറൈറ്റ്സ് എന്താ പറയുക വയലേഷനുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അപ്പൊ അതിനെ ചുറ്റിപ്പറ്റി വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ ഇവിടെ മെയിൻലി നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ഈ കോപ്പിറൈറ്റ് ലോസിനെ കുറിച്ച് പഠിച്ചിരിക്കണം. നമ്മുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി നിയമങ്ങളിനകത്ത് ലോസിനകത്ത് വരുന്ന ഒരു കാര്യമാണ് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ആ ഒരു ടോപ്പിക്കും ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ദെൻ മൂന്നാമത്തെ ഡിഫൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യ ആദ്യമായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ബാലിസ്റ്റിക് മിസൈൽ ഈ പറഞ്ഞ പോലെ അത് ആദ്യമായിട്ട് എന്ന് പറയുന്നതല്ല, ടോപ്പിക് കറക്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ നമ്മളൊരു സബ്മറൈനിൽ നിന്നും ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ടും ഏകദേശം 3500 കിലോമീറ്റർ ദൈർഘ്യം വഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യ ഈ പറഞ്ഞ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു നാഴികക്കൽ, ഒരു മൈൽ സ്റ്റോൺ ഇന്ത്യ എന്താ പറയാ അച്ചീവ് ചെയ്തിരിക്കുന്ന രീതിയിലേക്ക് ഒരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 ഡിഫൻസിന്റെ പെർസ്പെക്റ്റീവിൽ പഠിക്കേണ്ട ഒരു ആർട്ടിക്കിളാണ് K4 ബാലിസ്റ്റിക് മിസൈൽ എന്നുള്ള ടോപ്പിക്. ഓക്കെ, പിന്നെ നമ്മളെല്ലാ ക്ലാസ്സിലും ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു ടോപ്പിക്സ് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം അതിൽ നിന്ന് ഒരു പ്രിലിംസിന്റെ മോഡൽ MCയും കൂടെ സോൾവ് ചെയ്തായിരിക്കും നമ്മൾ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സെൻസസുമായിട്ട് ബന്ധപ്പെട്ടാണ്. സെൻസസ് 2025 എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ. സെൻസസ് 2025 ആസ് എ കോംപ്രഹെൻസീവ് സിറ്റിസൺ രജിസ്ട്രി എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. ഇവിടെ മെയിൻലി നമ്മൾ പഠിക്കാനുള്ള രണ്ട് കാര്യമാണ്. എക്സാം റിലേറ്റഡ് ആയിട്ട് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് പഠിക്കാനായിട്ടുള്ള രണ്ട് കാര്യമാണ്. ഒന്ന് NPR, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ എന്താണെന്നുള്ള കാര്യം പഠിക്കണം. പിന്നെ രണ്ടാമതായിട്ട് നാഷണൽ രജിസ്റ്റർ ഓഫ് ഇന്ത്യൻ സിറ്റിസൺസ് NRIC എന്നുള്ള കാര്യം കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, സോ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് പോലെ തന്നെയുണ്ട്. നമ്മുടെ രാജ്യത്ത് താമസിക്കുന്ന ടോട്ടൽ പോപ്പുലേഷൻ ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ളതാണ് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഈ ടോപ്പിക്ക് പ്രിലിംസിനും നമുക്ക് ഇമ്പോർട്ടന്റ് ആവുന്ന ടോപ്പിക് കേട്ടോ. അതുകൊണ്ട് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. അപ്പോൾ പ്രിലിംസിനും വളരെയധികം യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള പോയിന്റ്സ് ആണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. സോ NPR ഇസ് എ ഡാറ്റാബേസ് കണ്ടെയ്നിങ് എ ലിസ്റ്റ് ഓഫ് ഓൾ യൂഷ്വൽ റെസിഡൻസ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിലെ യൂഷ്വൽ റെസിഡൻസ് ആയിട്ടുള്ള ആളുകളുടെ ഡാറ്റ നൽകുന്നതിനെയാണ് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിൽ നമ്മൾ NPR കണ്ടക്ട് ചെയ്യാന്ന് പറയുമ്പോഴേക്കും ഇന്ത്യയിലെ യൂഷ്വൽ റെസിഡൻസുകളെ അറിയാനായിട്ടുള്ള എത്ര പേരുണ്ട് എന്നുള്ള കാര്യം അറിയാനായിട്ടുള്ള ഒരു ഡാറ്റയാണ് NPR എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഈ യൂഷ്വൽ റെസിഡന്റ് എന്ന് പറയുമ്പോഴേക്കും അത് ഇന്ത്യക്കാരാകണതിന് നിർബന്ധമില്ല. സിറ്റിസൺസ് ഓഫ് ഇന്ത്യയും വരാം. അതോടൊപ്പം സിറ്റിസൺസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരെന്ന് പറയുന്നത് ഇവിടെ വോട്ടിംഗ് റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള. അപ്പൊ സിറ്റിസൺസും ഉണ്ടാകാം. അതോടൊപ്പം തന്നെ ഇതിനകത്ത് ആരും കൂടെ വരാം, ഫോറിനേഴ്സും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം സിറ്റിസൺസിനെയും ഫോറിനേഴ്സിനെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് യൂഷ്വൽ റെസിഡൻസ് എന്ന് പറയുന്നത്. അതായത് ഏകദേശം പറയുവാണെങ്കിൽ 6 മാസം ഇന്ത്യയിൽ തുടർച്ചയായിട്ട് താമസിക്കുകയും അതിന് മുകളിലേക്ക് ഇനി ദിവസങ്ങളിൽ ഇന്ത്യയിൽ താമസിക്കാൻ എന്താ പറയുക തുടരാനായിട്ടുള്ളൊരു ആഗ്രഹമുള്ള ആളുകളൊക്കെയാണ് വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ യൂഷ്വൽ റെസിഡന്റ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കുന്നത്. യൂഷ്വൽ റെസിഡന്റ് ഫോർ ദ പർപ്പസ് ഓഫ് NPR ഇസ് എ പേഴ്സൺ ഹു ഹാസ് റിസൈഡഡ് ഇൻ എ പ്ലേസ് ഫോർ 6 months or 4 or more, ആറോ അതിൽ കൂടുതൽ സമയമോ ആൻഡ് ഇന്റൻസ് ടു റിസൈഡ് ദെയർ ഫോർ അനദർ 6 months or മോറിനെയാണ് നമ്മൾ യൂഷ്വൽ റെസിഡന്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഇത് നോർമലി പറഞ്ഞ ഇന്ത്യൻ സിറ്റിസൺസും ആകാം അല്ലെങ്കിൽ ഫോറിനേഴ്സും ആകാം എന്നുള്ള കാര്യം ഓർക്കാം. അതുകൊണ്ട് തന്നെയാണ് ഈവൻ നമ്മൾ ആധാർ എടുക്കുമ്പോൾ, ആധാർ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം എക്സാം ഒക്കെ എഴുതാൻ പോകുമ്പോൾ ID പ്രൂഫ് ആയിട്ട് ആധാർ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ വോട്ടിങ്ങിന്റെ സമയത്ത് നമുക്ക് ആധാർ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ആധാർ എന്ന് പറയുന്നത് അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, ആധാർ ഇസ് നോട്ട് എ പ്രൂഫ് ഓഫ് സിറ്റിസൺഷിപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. ബിക്കോസ് ഒരു യൂഷ്വൽ റെസിഡന്റ്, ഇന്ത്യയിലെ ഒരു യൂഷ്വൽ റെസിഡന്റിന് വേണമെങ്കിൽ എന്ത് കിട്ടാനായിട്ട് സാധിക്കും? ആധാർ കാർഡ് ലഭിക്കാനായിട്ട് സാധിക്കും. ഈവൻ എ ഫോറിനർ ക്യാൻ ഓൾസോ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഫോറിനേഴ്സിനും ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ അവരുടെ എന്താ പറയുക എന്തെങ്കിലും ഡേറ്റാസ് ഒക്കെ സമർപ്പിക്കാൻ നേരത്തെ ഒരു ID പ്രൂഫ് ആയിട്ടൊക്കെ ഈ പറഞ്ഞ രീതിയിൽ ഫോറിനേഴ്സിനും എന്ത് കിട്ടാനായിട്ട് സാധിക്കും? ആധാർ കിട്ടാൻ സാധിക്കും. ഇഫ്
ദേ ഹാവ് അച്ചീവ് ദ സ്റ്റാറ്റസ് ഓഫ് യൂഷ്വൽ റെസിഡന്റ്. യൂഷ്വൽ റെസിഡന്റ് ആണെങ്കിൽ അവർക്ക് ആധാറിന്റെ സ്റ്റാറ്റസ് കിട്ടാനായിട്ട് സാധിക്കും. സോ ഇവിടെ NPR എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എൻ ഒബ്ജക്റ്റീവ് ടു ഹാവ് കോംപ്രഹെൻസീവ് ഐഡന്റിറ്റി ഡേറ്റാബേസ് ഓഫ് പീപ്പിൾ റിസൈഡിംഗ് ഇൻ അവർ കൺട്രി. ഇവിടെയാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആധാറും യൂഷ്വൽ റെസിഡൻസിനും കിട്ടും. അപ്പൊ ആധാറും NPR ഒന്നാനെയാണോ ചോദിച്ചാൽ അല്ല. NPR എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഡേറ്റാബേസ് ആണ്, അവരുടെ വിവരങ്ങളാണ്, അവരെവിടെയാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ എത്ര നാളായിട്ട് ഇന്ത്യയിൽ വന്നിട്ടുണ്ട് തുടങ്ങിയ ബേസിക് ഡീറ്റെയിൽസ് ആണ് NPR എന്ന് പറയുന്നത്. ആധാർ എന്ന് പറയുമ്പോൾ നമ്മുടെ ബയോമെട്രിക് ഡീറ്റെയിൽസ് ആണ് വരുന്നുള്ളൂ. ഒരു 12 ഈ പറഞ്ഞ പോലെ ഡിജിറ്റ്, ഈ പറഞ്ഞ പോലെ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ആണ്. അത് വെച്ചിട്ട് ഈ പറഞ്ഞ നമ്മുടെ ബയോമെട്രിക് ഡേറ്റാസ് എല്ലാം അടങ്ങിയിരിക്കുന്ന യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ആണ് ആധാർ എന്ന് പറയുന്നത്. ഇവിടെ അത്തരത്തിൽ ബയോമെട്രിക് ഡീറ്റെയിൽസ് ഒന്നുമില്ല, പകരം നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡേറ്റാബേസ് ആണ്. നമ്മുടെ പേര് വിവരങ്ങളും, നമ്മൾ എവിടെയാണ് താമസിക്കുന്നത്, നമ്മൾ എന്താണ് ബേസിക്കലി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അങ്ങനെയുള്ള ഡേറ്റാസ് എടുക്കുന്നതാണ് ഈ NPR എന്ന് പറയുമ്പോൾ. ഇത് സെൻസസിനോടൊപ്പം തന്നെ ആയിരിക്കും ഇത് കളക്ട് ചെയ്യുന്നുള്ള കാര്യം ഓർക്കാം. ആദ്യമായിട്ട് നമ്മുടെ നാട്ടിൽ NPR കളക്ട് ചെയ്ത് 2010 ഇറ്റ് വാസ് അപ്ഡേറ്റ് 2015 അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾറെഡി ഹാസ് ഡീറ്റെയിൽസ് ഓഫ് 119 കോടി റെസിഡൻസിന്റെ ഈ പറഞ്ഞ പോലെ ഡീറ്റെയിൽസ് ഓൾറെഡി തന്നെ നമ്മുടെ NPR-നകത്ത് ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഇതുകൊണ്ട് ഇതിൽ നിന്ന് പ്രിലിംസിന് ചോദിക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NPR-ഉം ആധാറും സെയിം ആണോ, ആ ഒരു സെൻസ് വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ രണ്ടും സെയിം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെപ്പാട് യൂഷ്വൽ റെസിഡന്റ് എന്നുള്ള ഒരു പരിഗണനയിലാണ് സെയിം ആയിട്ട് നിൽക്കുന്നത്. ആധാറിനകത്ത് ബയോമെട്രിക് ഡീറ്റെയിൽസ് വരുന്നുണ്ട്, ഇവിടെ അതിനകത്ത് വരുന്നില്ല. പിന്നെ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്, NPR ആദ്യമായിട്ട് ഈ വരുന്ന 2025 സെൻസസിലായിരിക്കും ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ തെറ്റാ. ബിക്കോസ് NPR ഫസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതാണ് 2010 ചെയ്തിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. പിന്നീട് 2015 അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആസ് പെർ ആ ഒരു ഡേറ്റ പ്രകാരമാണ് ഇന്ത്യയിൽ 119 കോടി റെസിഡൻസ് ഉണ്ട് എന്നുള്ള വിവരവും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിനോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ NPR-ന്റെ ലീഗൽ ബാക്കപ്പ്, കാരണം ഇവിടെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴേക്കും അതിന് കൃത്യമായിട്ട് ലീഗൽ ബാക്കപ്പ് ഉണ്ടായിരിക്കുന്നുള്ളൂ. പക്ഷേ NPR-ന്റെ ലീഗൽ ബാക്കപ്പ് എന്ന് പറയുന്നത് സിറ്റിസൺഷിപ്പ് ആക്ട് 1955 പ്രകാരമാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ സിറ്റിസൺഷിപ്പ് റൂൾസ് 2003 പ്രകാരം ഇതിനകത്ത് പ്രൊവിഷൻസ് വരുന്നുണ്ട്. ഈ പ്രൊവിഷൻസ് പ്രകാരമാണ് ഇറ്റ് ഇസ് മാൻഡറ്ററി ഫോർ എവറി യൂഷ്വൽ റെസിഡന്റ് ഓഫ് ഇന്ത്യ ടു രജിസ്റ്റർ ഇൻ NPR. അപ്പൊ ഈ നമ്മൾ ഈ NPR എന്ന് പറയുന്നതിന്റെ ലീഗൽ ബാക്ക് എവിടെ കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പ് ആക്ട് 1955 അതേപോലെ സിറ്റിസൺഷിപ്പ് റൂൾസ് 2003 കൊടുത്തിട്ടുണ്ട്. ഇത് പ്രകാരമാണ് യൂഷ്വൽ റെസിഡന്റ് ഓഫ് ഇന്ത്യ മസ്റ്റ് ആയിട്ട് മാൻഡറ്ററി ആണ് എന്ത് ചെയ്തിരിക്കണം, ടു രജിസ്റ്റർ ഇൻ NPR-ൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അപ്പൊ ആ പോയിന്റ് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ഇനി ഇങ്ങനെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതിന്റെ ആവശ്യകത അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ സ്ട്രീം ലൈൻ ഡാറ്റ ഓഫ് റെസിഡൻസ് അക്രോസ് വേരിയസ് പ്ലാറ്റ്ഫോംസ്. ഇപ്പൊ നിലവിൽ പറയുവാണെങ്കിൽ നമ്മൾ ഒരുപാട് ID കാർഡുകൾ കൊണ്ടു നടക്കുന്നുണ്ട്. ഇതിനെല്ലാം കൂടെ പകരം ഒരൊറ്റ ID കാർഡായിട്ട് മാറ്റുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഈ NPR-ന്റെ ഏറ്റവും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ വൺ ഐഡന്റി കാർഡ് എന്നുള്ള ഗവൺമെന്റ് ID ആണ് ഈ ഒരു NPR കൊണ്ട് പോകുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇവിടെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു വൺ ഡേറ്റാബേസ്, ഒരു ഒറ്റ ഡേറ്റാബേസ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഗവൺമെന്റ് ആണെങ്കിൽ കുറേ കൂടെ പോളിസികളൊക്കെ തന്നെ സ്ട്രീംലൈൻ ചെയ്യാനായിട്ടും അത് കൃത്യമായിട്ടും എൻഫോഴ്സ് ചെയ്യാനായിട്ടും ഒക്കെ തന്നെ സാധിക്കും. നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി ഒക്കെ തന്നെ ഒരുപാട് സഹായിക്കാനായിട്ടൊക്കെ സാധിക്കുന്ന ഡേറ്റാസ് ആണ് ഈ ഒരു NPR എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ദെൻ ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം കൂടി ഇതിനകത്തുണ്ട്, NRC എന്ന് പറയുന്നത് നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺഷിപ്പ്, അതായത് നാഷണൽ രജിസ്റ്റർ ഓഫ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്. NRIC എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, NRIC എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ രണ്ട് ടോപ്പിക് NPR-ഉം NRIC-യും തമ്മിൽ വ്യത്യാസം എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് NPR നമ്മൾ ഓൾറെഡി പറഞ്ഞു യൂഷ്വൽ റെസിഡന്റിന് കിട്ടാനായിട്ട് സാധിക്കും. പക്ഷേ ഈ NRC അഥവാ NRIC എന്ന് പറയുന്ന കമ്പോണന്റ് ആർക്ക് മാത്രമായിരിക്കും ഉണ്ടാവുക, സിറ്റിസൺസ് ഓഫ് ഇന്ത്യക്ക് മാത്രമായിരിക്കും ഉണ്ടാവുക. അത് ഇന്ത്യക്കാരുടെ ലിസ്റ്റ് നൽകുന്നതാണ് NRIC എന്ന് പറയുന്നത്. അപ്പൊ മറ്റേതിനകത്ത് ഈ പറഞ്ഞ ഇന്ത്യക്കാരും ഉണ്ടാവും, ഇന്ത്യയിലുള്ള ഫോറിനേഴ്സിന്റെ ഡേറ്റാസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബട്ട് NRC എന്ന് പറയുമ്പോൾ ഇന്ത്യൻസ് മാത്രമായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അക്കോർഡിംഗ് ടു സിറ്റിസൺഷിപ്പ് റൂൾസ് 2003 NPR is a first step towards compilation of NRC. അപ്പൊ NRC കമ്പൈൽ ചെയ്യുന്നതിലേക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഏതെന്ന് പറയുന്നത്, NPR എന്ന് പറയുന്നത്. ആഫ്റ്റർ ലിസ്റ്റ് ഓഫ് റെസിഡൻസ് ഇസ് ക്രിയേറ്റഡ്, ആഫ്റ്റർ NPR ക്രിയേറ്റ് ചെയ്ത ശേഷം നേഷൻ വൈഡ് NRC കണ്ടക്ട് ചെയ്യും. അതിൽ നിന്നായിരിക്കും NRC കണ്ടക്ട് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ NRC-യിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് ഏത്, NPR എന്നുള്ള കാര്യം ഓർക്കുക. NPR ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അതിൽ നിന്നായിരിക്കും NRC അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺസ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഹൗവർ അൺലൈക്ക് ദ NPR ഇസ് നോട്ട് എ സിറ്റിസൺഷിപ്പ് എന്യൂമറേഷൻ ഡ്രൈവ്. അതായത് ഈ പറഞ്ഞ പോലെ അൺലൈക്ക് ദ NPR ഇസ് നോട്ട് എ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, NPR എന്ന് പറയുന്നത് എന്തല്ല, സിറ്റിസൺഷിപ്പ് പ്രൂഫിനുള്ള സാധനം അല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. കാരണം അതിനകത്ത് ആരും കൂടെ കയറി വരാൻ സാധ്യതയുണ്ട്. ഫോറിനേഴ്സും കൂടെ 6 മാസം അതിൽ കൂടുതൽ ഒരു സ്ഥലത്ത് താമസിച്ചിരിക്കുന്ന ഫോറിനറും കൂടെ NPR ഡേറ്റയ്ക്കകത്ത് വന്നേക്കാം. ബട്ട് NRC-ക്കകത്ത് അവർ വരത്തില്ല. NRC-ക്കകത്ത് ഉള്ളി ഇന്ത്യൻസ് മാത്രമേ വരുള്ളൂ എന്നുള്ള കാര്യം വെച്ചേക്കാം. ഇത്രയാണ് ഈ NPR-ഉം NRC-യും തമ്മിലുള്ള ബേസിക് വ്യത്യാസമായിട്ട് നമുക്ക് പരിഗണിക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇതിലൂടെ എന്തിനാണ് നമ്മൾ NRC കണ്ടക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇല്ലീഗൽ ഇമിഗ്രൻസ് ആരൊക്കെയാണെന്നുള്ള കാര്യമൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ NRC കണ്ടക്ട് ചെയ്തുള്ള സാധിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിലവിൽ NRC കണ്ടക്ട് ചെയ്തിട്ടുള്ളത് ആസാമിലൊക്കെ തന്നെ, നോർത്ത് ഈസ്റ്റ് ആസാമിൽ ഈ പറഞ്ഞ പോലെ
കണ്ടക്ട് ചെയ്യുന്നത്. അവിടെ അത് നിങ്ങൾക്ക് ഈ ആർട്ടിക്കിൾ കാണാൻ സാധിക്കും. ആസാം ഇസ് ദ ഓൺലി സ്റ്റേറ്റ് വെയർ NRC ഹാസ് ബീൻ അപ്ഡേറ്റഡ് 2019 അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഒക്കെ തന്നെ പർട്ടിക്കുലർ ഫ്രം ബംഗ്ലാദേശിൽ നിന്നുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസിനെ കണ്ടുപിടിക്കാനായിട്ടൊക്കെ ആയിരുന്നു അവിടെ 2019 NRC കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിലിംസിന് അറിഞ്ഞിരിക്കണം. ആസാം ഇസ് ദ ഓൺലി സ്റ്റേറ്റ് വെയർ NRC ഹാസ് ബീൻ അപ്ഡേറ്റഡ്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. NPR-ഉം NRC തമ്മിലുള്ള ബേസിക് വ്യത്യാസം പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണ് വിശ്വസിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. ധനുഷ് നയൻതാര ഡിസ്പ്യൂട്ട് ആൻഡ് ദ കോപ്പിറൈറ്റ് ലോ എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ നിങ്ങളോട് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ ഡെയിലി നിങ്ങൾ പത്രങ്ങളിലും അല്ലെങ്കിൽ വാർത്തകളിലും കണ്ടിരുന്ന കാര്യമാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ള കാര്യം. ബിക്കോസ് നയൻതാര ഈ പറഞ്ഞ പോലെ ഒരു ബയോപിക് നെറ്റ്ഫ്ലിക്സുമായിട്ട് ചേർന്ന് OTT പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സുമായിട്ട് ചേർന്നിട്ട് ആളുടെ ഒരു ബയോപിക് തയ്യാറാക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ബയോപിക്കിലേക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് നാൾക്ക് മുമ്പുണ്ടായ സംഭവമാണ്. ആ ബയോപിക്കിലേക്ക് ഏകദേശം ആളുടെ ഈ പറഞ്ഞ പോലെ ഒരു സിനിമയിലെ ഒരു ഭാഗം വേണമായിരുന്നു. ഈ പറഞ്ഞ പോലെ വിഘ്നേഷ് ശിവൻ ഈ പറഞ്ഞ പോലെ ആളുടെ ഹസ്ബൻഡ് ഡയറക്ട് ചെയ്തൊരു സിനിമയായിരുന്നു. ആ ഒരു സിനിമയിൽ ഈ പറഞ്ഞ പോലെ ചെറിയൊരു ഭാഗം ഈ പറഞ്ഞ പോലെ അവർക്ക് വേണമായിരുന്നു ആ ഒരു ബയോപിക് തയ്യാറാക്കാനായിട്ട്. ബട്ട് നമുക്കറിയാം ബേസിക്കലി ഈ പറഞ്ഞ പോലെ ഇവിടെയാണ് കോപ്പിറൈറ്റിന്റെ കാര്യം വരുന്നത്. സിനിമകളിലൊക്കെ തന്നെ കോപ്പിറൈറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ നിർമ്മാതാവാണ് അതിന്റെ അധികാരം മുഴുവൻ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ സിനിമയിൽ ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ ചേർക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിർമ്മാതാവിന്റെ അനുവാദവും കാര്യങ്ങളൊക്കെ വേണം, കോപ്പിറൈറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ. ഇവിടെ ആ പടത്തിന്റെ ചെറിയൊരു ഭാഗങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നയൻതാര ധനുഷിന് കത്തയക്കുകയാണ്. ബിക്കോസ് ധനുഷിന്റെ പ്രൊഡക്ഷൻ ഹൗസ് നിർമ്മിച്ച ഒരു സിനിമയായിരുന്നു ആ ഒരു പർട്ടിക്കുലർ ഫിലിം. പക്ഷേ ഈ പറഞ്ഞ പോലെ ആ ഒരു പെർമിഷൻ അവർ ഡിനൈ ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് ഈ ബയോപിക്കില് ആ സിനിമയുടെ BTS ഉപയോഗിച്ചു. BTS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഹൈൻഡ് ദ സീൻസ് ആണ്. BTS എന്ന് പറഞ്ഞാൽ ബിഹൈൻഡ് ദ സീൻസ്, അതായത് ഫിലിമിന്റെ ഇതല്ല, പകരം ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഷൂട്ടിങ്ങിന് ഇടയിലൊക്കെ തന്നെ നമ്മൾ പലപ്പോഴും യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവില്ല, ഓരോ ഷൂട്ടിങ്ങിന് ഇടയിലൊക്കെ ഈ പറഞ്ഞ പോലെ ആക്ടേഴ്സ് ഒക്കെ ആണെങ്കിലും ഓരോ തമാശ എന്തെങ്കിലും കോമഡികളും കാര്യങ്ങളൊക്കെ പറയുന്നു, അങ്ങനെയൊക്കെയുള്ള ഓരോ ചെറിയ കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള ബിഹൈൻഡ് ദ സീൻസിൽ സംഭവിച്ച 1-2 വീഡിയോസ് നയൻതാരയുടെ ഫോണിൽ ഉണ്ടായിരുന്നത് ഈ പറഞ്ഞ പോലെ ആ ഒരു ബയോപിക്കിന്റെ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ട് നെറ്റ്ഫ്ലിക്സിൽ കൊടുത്തു. അങ്ങനെ ബയോപിക് റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് പറഞ്ഞ പോലെ ഒരു തന്റെ സിനിമയുടെ BTS-ഉം ഇതിനകത്ത് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് ഇപ്പോൾ ധനുഷ് ഈ പറഞ്ഞ പോലെ കോപ്പിറൈറ്റ് ഫയൽ ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ആളുടെ വാദപ്രകാരം BTS-ഉം ഏതിനകത്ത് ഉൾപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു സിനിമയുടെ കോപ്പിറൈറ്റിന് ഉൾപ്പെടും എന്നുള്ളതാണ് ആൾ വാദിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാവുക തുടങ്ങിയ കാര്യമാണ് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കോപ്പിറൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. അതായത് കോപ്പിറൈറ്റ്സ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ലിറ്റററി വർക്കുകൾ, മെയിൻലി ആർട്ട് ഓഫ് ലിറ്ററേച്ചർ ആകാം, അതായത് കവിതകൾ, കഥകൾ, ആർട്ട്, മ്യൂസിക്, ഫിലിംസ്, കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ നമ്മൾ അത് മറ്റൊരാൾ ഈ പറഞ്ഞ പോലെ കോപ്പി ചെയ്യാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മുടെ അനുവാദം കൂടാതെ ഈ പറഞ്ഞ പോലെ അതിന്മേൽ ഈ പറഞ്ഞ പോലെ ചെയ്യാതിരിക്കാനായിട്ടൊക്കെയാണ് ഈ കോപ്പിറൈറ്റ് നിയമം നിലവിലുള്ളത്. സോ ഇത് ബേസിക്കലി ഈ പറഞ്ഞ പോലെ എക്സ്പ്രഷൻ ഓഫ് ഐഡിയ സേഫ് ഗാർഡ് ചെയ്യുക, അല്ലെ? ഇപ്പം ഒരു കഥ അല്ലെങ്കിൽ കവിത എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒരു ഐഡിയ ആണല്ലോ അതിലൂടെ കൺവേ ചെയ്യുന്നത്, ഒരു ആർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു എക്സ്പ്രഷൻസ് സേഫ് ഗാർഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു കോപ്പിറൈറ്റ് നിയമം വെച്ചിരിക്കുന്നത്. ഇത് പ്രകാരം ഈ പറഞ്ഞ ആ ഒരു വർക്ക് നമുക്ക് എന്തെങ്കിലും രീതിയിൽ റീപ്രൊഡ്യൂസ് ചെയ്യണമെങ്കിലോ പബ്ലിഷ് ചെയ്യണമെങ്കിലോ ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിലോ ഒക്കെ തന്നെ നമുക്ക് കോപ്പിറൈറ്റ് അനുവാദം കൃത്യമായിട്ട് എടുത്തിരിക്കണം. സോ ഈ കോപ്പിറൈറ്റിനുള്ള നിയമം നമ്മൾ ആദ്യമായിട്ട് പാസ് ചെയ്തത് 1958-ലാണ്. സോ ഇത് മോസ്റ്റ് ഇതിന്റെ റീസെന്റ് അമെന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ 2012 ഇതിനകത്ത് ചെറിയ അമെന്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇതിന്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കണം. ഇവിടെ ഒറിജിനൽ ആയിട്ടുള്ള ഒരു വർക്ക്, അത് ലിറ്റററി വർക്കുകൾ, അത് ഈ പറഞ്ഞ പോലെ പോയം ആയിക്കോട്ടെ, അല്ലെങ്കിൽ കഥകളായിക്കോട്ടെ, കവിതകളായിക്കോട്ടെ, മ്യൂസിക് വർക്കുകളായിക്കോട്ടെ, ഇവയുടെയൊക്കെ തന്നെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 60 വർഷമാണ്. 60 വർഷവും അതേപോലെ തന്നെ ഇൻ അഡീഷൻ ടു ദ ഓതേഴ്സ് ലൈഫ് സ്പാൻ, അതായത് ഓതറിന്റെ ഈ പറഞ്ഞ കഥ എഴുതിയ ആരാണെന്ന് ചോദിച്ചു. ഇപ്പം എ എഴുതിയ ഒരു കഥയാണ്. ഓക്കെ, അപ്പൊ എഴുതിയ കഥയുടെ കോപ്പിറൈറ്റ് നേടിയിട്ടുണ്ടെങ്കിൽ ആളുടെ ലൈഫ് ടൈം, മീൻസ് എത്ര നാളാണോ ആൾ ജീവിച്ചിരിക്കുന്നത് ആ ലൈഫ് ടൈം പ്ലസ് 60 ഇയേഴ്സിലേക്കായിരിക്കും ആ കോപ്പിറൈറ്റ് ആളുടെ പേരിൽ ഉണ്ടാവുക എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇതാണ് ആ ഒരു കോപ്പിറൈറ്റിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു സിനിമയുടെ കാര്യത്തിലേക്ക് പ്രൊഡക്ഷൻ ഹൗസ് ചെയ്തിരിക്കുന്നത് ധനുഷിന്റെയാണ് പ്രൊഡക്ഷൻ ഹൗസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ധനുഷിന്റെയാണ് ആ ഒരു കോപ്പിറൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നതും 60 വർഷത്തേക്ക്, ആളുടെ ലൈഫ് സ്പാൻ പ്ലസ് 60 ഇയേഴ്സിലേക്കായിരിക്കും ആ ഒരു കോപ്പിറൈറ്റ് അദ്ദേഹത്തിന് ഉണ്ടാവുക. പക്ഷെ ഇവിടെ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത്, സാധാരണഗതിയിൽ നമ്മൾ പടത്തിനൊക്കെ സിനിമയ്ക്കൊക്കെ തന്നെയാണെങ്കിൽ കോപ്പിറൈറ്റ് എടുക്കുമ്പോഴേക്കും അതിനകത്ത് BTS ഇൻക്ലൂഡഡ് ആയിരിക്കത്തില്ല. BTS ഇല്ലാതെയാണ് അതിന്റെ കഥ, കവിത, ഈ പറഞ്ഞ പോലെ അങ്ങനെ, അതിന്റെ കഥ, അതിനകത്തെ പാട്ടുകൾ, അങ്ങനെയൊക്കെയുള്ള രീതിയിലായിരിക്കും. ചില കേസുകളിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു കഥയ്ക്കും അതിനകത്ത് ഈ പറഞ്ഞ പോലെ മൊത്തത്തിൽ ആ കഥയ്ക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. ചിലപ്പോൾ പ്രധാനപ്പെട്ട മ്യൂസിക് കമ്പോസേഴ്സ് ഒക്കെ തന്നെ കമ്പോസ് ചെയ്ത പാട്ടുകളാണെങ്കിൽ അവർ അതിന്റെ കോപ്പിറൈറ്റ് എടുക്കാറുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇളയരാജ അദ്ദേഹം ചെയ്യുന്ന പാട്ടുകളുടെ അദ്ദേഹത്തിനാണ് കോപ്പിറൈറ്റ് ഉള്ളത്. എന്നാൽ ചില സിനിമകളിൽ ഈ പറഞ്ഞ പോലെ ആ പാട്ടുകൾ ഉൾപ്പെടെയായിരിക്കും ഈ ഒരു നിർമ്മാതാവ് കോപ്പിറൈറ്റ് ഫയൽ ചെയ്യുന്നുണ്ടാവും. അത് ഓരോ കേസുകളിൽ വ്യത്യാസപ്പെട്ടിരിക്കും. ദെൻ ഈ പറഞ്ഞ ഈ ഒരു കേസിനകത്ത്, ഈ ഒരു പർട്ടിക്കുലർ ഫിലിമിനകത്ത് ഇപ്പം നയൻതാരയുടെ കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നിരിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ഫിലിമിനകത്ത് ഈ പറഞ്ഞ പോലെ അതിനകത്ത് പുറത്ത് വന്നിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം നോക്കുവാണെങ്കിൽ ആ ഒരു പടത്തിന് മാത്രമായിരുന്നു കോപ്പിറൈറ്റ് ധനുഷ് എടുത്തിട്ടുണ്ടായിരുന്നതാണ് പറയപ്പെടുന്നത്. ബിഹൈൻഡ് ദ സീൻസിനെ കുറിച്ച് അതിനകത്തൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബിഹൈൻഡ് ദ സീൻസ് എന്ന് പറയുമ്പോൾ ആ പടത്തിനകത്ത് വേറെയല്ല, ആളുടെ ആ ഒരു ആക്ട്രസിന്റെ ഫോണിൽ ഷൂട്ട് ചെയ്ത സാധനങ്ങളാണ്. പക്ഷെ ചില സിനിമകളിൽ ഈ പറഞ്ഞ പോലെ ചില സിനിമകളിലൊക്കെ അഭിനയിക്കുന്നതിന് മുമ്പാകെ തന്നെ
പ്രൊഡ്യൂസേഴ്സ് അവിടെ അഭിനയിക്കാൻ വരുന്ന താരങ്ങളുമായിട്ട് കരാർ എഗ്രിമെന്റ് ഒപ്പിടും. ആ ഒരു പർട്ടിക്കുലർ ഫിലിമിന്റെ ഷൂട്ടിങ്ങിന്റെ ഒരു രീതിയിലും റെക്കോർഡ് ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ മൊബൈൽ ഫോണോ കാര്യങ്ങളൊന്നും അലൗ ചെയ്യത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയിലും ഈ പറഞ്ഞ ഷൂട്ടിങ്ങിന്റെ ഈ പറഞ്ഞ രംഗങ്ങൾ ഷൂട്ട് ചെയ്യാൻ പാടില്ല. ആ രീതിയിലേക്ക് എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അത് കോപ്പിറൈറ്റിന്റെ ഭാഗമായിട്ട് പരിഗണിക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഒബ്വിയസ്ലി ഈ പറഞ്ഞ പോലെ കേസ് കോടതി തള്ളിക്കളയാനാണ് ചാൻസ് ഉള്ളത്. ബിക്കോസ് അവിടെ ബിഹൈൻഡ് ദ സീൻസിൽ BTS ആയിട്ട് ഷൂട്ട് ചെയ്ത് അതിന് ചെയ്യല് അങ്ങനെ ഒരു പ്രൊവിഷൻസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ബിഹൈൻഡ് ദ സീൻസ് ഷൂട്ട് ചെയ്യുന്നതിലൂടെ പ്രശ്നം ഉണ്ടാകാനായിട്ടുള്ള ചാൻസുകൾ വളരെ കുറവായിരിക്കും. എനിവേ അതാണ് അതിന്റെ ഒരു എന്താ പറയുക ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുവാണെങ്കിൽ. ബട്ട് നമുക്ക് എക്സാക്ട്ലി എക്സാമിന് ആവശ്യമുള്ളത് ഈ ഒരു കോപ്പിറൈറ്റിന്റെ കാര്യങ്ങളാണ്. എത്ര വർഷത്തേക്കാണെന്നുള്ള കാര്യം ഓർക്കുക. 60 വർഷവും അതുപോലെ തന്നെ ഓതർ ലൈഫ് പ്ലസ് 60 years ആണ് ഈ ഒരു കോപ്പിറൈറ്റിന്റെ ഒരു കാലയളവ് എന്ന് പറയുന്നത്. ഇനി രണ്ടോ അതിൽ കൂടുതലോ ആളുകൾ ചേർന്ന് എഴുതിയൊരു ഒരു ഉദാഹരണം ഒരു തിരക്കഥ. ആ ഒരു തിരക്കഥ രണ്ടുപേര് ചേർന്നിട്ട് എയും ബിയും കൂടെ ചേർന്നിട്ട് എഴുതിയൊരു തിരക്കഥയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ തിരക്കഥ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് കോപ്പിറൈറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ലൈഫ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എയും ബിയും ഈ രണ്ട് പേരിൽ ആരാണോ അവസാനം ഈ പറഞ്ഞ പോലെ മരിക്കുന്നത്, മീൻസ് പോസ്റ്റ് ദ ഡെത്ത് ഓഫ് ലാസ്റ്റ് ഓതർ, ആരാണോ അവസാനം മരിക്കുന്നത് അവിടെ തൊട്ടിട്ടായിരിക്കും 60 years പിന്നെ കൗണ്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഓതർ ഓഫ് ലൈഫ് ടൈം എന്ന് പറയുമ്പോഴേക്കും അവരിൽ രണ്ടുപേരുടെ അവസാനത്തെ ആളുടെ വെച്ചിട്ടാണ് ആ ലൈഫ് ടൈം കഴിഞ്ഞിട്ടുള്ള 60 years കൗണ്ട് ചെയ്യപ്പെടുന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ സിനിമാറ്റോഗ്രാഫ് സിനിമയുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് സിനിമയുടെ കാര്യത്തിൽ എടുത്ത് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ 60 years ഓതർ എന്താ പറയാ ഓതേഴ്സ് ലൈഫ് സ്പാൻ പ്ലസ് 60 എന്ന് പറയുന്ന ലിറ്റററി വർക്കുകൾ, ഡ്രാമാറ്റിക്, മ്യൂസിക്കൽ, ആർട്ടിസ്റ്റിക് വർക്കുകളുടെ കാര്യത്തിൽ അറിയുന്നത്. സിനിമയുടെ കാര്യത്തിൽ സൗണ്ട് റെക്കോർഡിംഗ്സിന്റെ കാര്യത്തിൽ, ഫോട്ടോഗ്രാഫ്സിന്റെ കാര്യത്തിൽ, പോസ്റ്റമസ് പബ്ലിക്കേഷൻസ്, അനോണിമസ് ആൻഡ് സ്യൂഡോണോമസ് പബ്ലിക്കേഷൻസ്, ഇവയുടെ ഒക്കെ കാര്യത്തിൽ പറയുവാണെങ്കിൽ 60 years ഫ്രം ദ ഇയർ ഓഫ് പബ്ലിക്കേഷൻ ആണ്. ഇപ്പൊ സിനിമയുടെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 60 വർഷത്തേക്കാണ് ഉള്ളത് കേട്ടോ. 60 years ഓഫ് ദ പബ്ലിക്കേഷൻ ഓഫ് ദ ഫിലിം, അത് 60 വർഷത്തേക്കാണ് മെയിൻലി ഉള്ളതെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അതേപോലെ തന്നെ അതേ സ്ഥാനത്ത് അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള സിനിമാറ്റോഗ്രാഫ് ആണെങ്കിലും ആ ഒറിജിനൽ വർക്ക് എന്നാണോ ക്രിയേറ്റ് ചെയ്തത്, മീൻസ് ക്രിയേറ്റ് ചെയ്തു പക്ഷെ പബ്ലിഷ് ആയില്ല, അപ്പം ക്രിയേറ്റ് ചെയ്ത ഡേറ്റ് വെച്ചിട്ടുള്ള 60 years ആയിരിക്കും അവിടെ അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള സിനിമാറ്റോഗ്രാഫ് ഫിലിമുകൾ, ഫോട്ടോഗ്രാഫി, ഇവയുടെ ഒക്കെ തന്നെ ടൈം ലൈൻ കാൽക്കുലേറ്റ് എന്നുള്ള കാര്യം ഓർക്കാം. അതേപോലെ തന്നെ സൗണ്ട് റെക്കോർഡിംഗ്സിന്റെ ആണെങ്കിൽ 60 years ആയിരിക്കും അതിന് ലൈഫ് ടൈം ഉണ്ടാവുക എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കാം. ബ്രോഡ്കാസ്റ്റ് പറയുമ്പോൾ നമ്മൾ സിനിമയൊക്കെ ആണെങ്കിലും സാറ്റലൈറ്റ് ബ്രോഡ്കാസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ടല്ലോ ഓരോ കമ്പനികളൊക്കെ തന്നെ. അപ്പൊ അത്തരത്തിലുള്ള ബ്രോഡ്കാസ്റ്റ് പ്രൊഡക്ഷന്റെ റീപ്രൊഡക്ഷൻ റൈറ്റുകൾ എന്ന് പറയുന്നത് ഫസ്റ്റ് 25 years ആണ്, 25 വർഷത്തേക്കാണ് ബ്രോഡ്കാസ്റ്റ് റൈറ്റ്സ് ഉള്ളത്. അതേ സ്ഥാനത്ത് പെർഫോമേഴ്സിന് ഇപ്പം മിക്ക ആളുകൾ ഇപ്പോൾ സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യുമ്പോഴേക്കും അവരുടെ ആ പെർഫോമൻസും കാര്യങ്ങളൊക്കെ തന്നെ കോപ്പിറൈറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഈ പെർഫോമൻസ് റൈറ്റ്സ് എന്ന് പറയുന്നത് 50 years ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. ഫ്രം ദ ഇയർ ദ പെർഫോമൻസ് വാസ് മെയ്ഡ്, ഏത് പെർഫോമൻസ് എന്നാണ് ഉണ്ടാക്കിയത് ആ പെർഫോമൻസ് തൊട്ട് 50 yearsലേക്കായിരിക്കും അതിന് റൈറ്റ് ഉണ്ടാവുക. അപ്പോൾ ലിറ്റററി വർക്കുകൾ, മ്യൂസിക്, ആർട്ടിസ്റ്റിക് വർക്ക് ആണെങ്കിൽ ഓതർ ഓഫ് ദ ലൈഫ് ടൈം ഓഫ് ദ ഓതർ പ്ലസ് 60 years, സിനിമ, സൗണ്ട് റെക്കോർഡിംഗ്സ്, ഫോട്ടോഗ്രാഫ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ 60 years ആയിരിക്കും. എന്നാണ് പബ്ലിഷ് ചെയ്ത് അവിടെ നിന്നുള്ള 60 years ആണ്. അൺപബ്ലിഷ്ഡ് ഉള്ളവയാണെങ്കിൽ ഇത് ക്രിയേറ്റ് ചെയ്ത ഡേറ്റ് തൊട്ടുള്ള 60 years ആയിരിക്കും എടുക്കുന്നത്. സൗണ്ട് റെക്കോർഡിംഗ്സ് ആണെങ്കിൽ 60 years തന്നെയാണ്. ബ്രോഡ്കാസ്റ്റ് റീപ്രൊഡക്ഷൻ ആണെങ്കിൽ 25 yearsലേക്കായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. എന്നാൽ പെർഫോമേഴ്സ് റൈറ്റ് ആണെങ്കിൽ 50 years ആയിരിക്കും അതിന് കോപ്പിറൈറ്റ് ഉണ്ടാവുക എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കാം. ഈ കാലയളവിൽ അതിന്റെ ആ ഒരു ക്രിയേറ്റ് ചെയ്ത ആൾക്കായിരിക്കും ഇതിന്റെ പൂർണ്ണ അവകാശം എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. ഇത്രയാണ് ആ ഒരു ആർട്ടിക്കിൾ നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് പഠിക്കാനായിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ലാസ്റ്റ് ആർട്ടിക്കിൾ ആണ് ഇന്ത്യ ടെസ്റ്റ് ബാലിസ്റ്റിക് മിസൈൽ വിത്ത് റേഞ്ച് ഓഫ് അറൌണ്ട് 3500 kilometers. ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്തിരിക്കുന്ന K4 എന്നുള്ള മിസൈലാണ്. K4 എന്ന് പറയുന്ന മിസൈലാണ്. സോ ഈ K എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കലാം എന്നുള്ള വാക്കാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. അബ്ദുൽ കലാമിനോടുള്ള, നമ്മുടെ മിസൈൽ മാനായ അബ്ദുൽ കലാമിനോടുള്ള ബഹുമാനമാണ് ആ ഒരു K4 മിസൈൽ സീരീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ റീസെന്റ് പറഞ്ഞ പോലെ ഇന്ത്യ ടെസ്റ്റ് ഫയർ ചെയ്ത് ന്യൂക്ലിയർ കേപ്പബിൾ ബാലിസ്റ്റിക് മിസൈൽ ആണ് നമ്മൾ ടെസ്റ്റ് ഫയർ ചെയ്ത് ബേ ഓഫ് ബംഗാൾ റീജിയൻ നിന്നാണ് ടെസ്റ്റ് ഫയർ ചെയ്ത്. അത് ന്യൂക്ലിയർ പവേർഡ് സബ്മറൈൻ എന്നും കൂടിയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തത്. INS അരിഘട്ട് ഈ ഓഗസ്റ്റിൽ ഇന്ത്യൻ നേവിയുടെ ഭാഗമായതാണ് INS അരിഘട്ട്. സോ ഈ INS അരിഘട്ടിൽ നിന്നുമായിട്ട് നമ്മൾ ഈ ന്യൂക്ലിയർ പവേർഡ് സബ്മറൈനിൽ നിന്നും ന്യൂക്ലിയർ കേപ്പബിൾ ബാലിസ്റ്റിക് മിസൈലായ K4 മിസൈൽ ടെസ്റ്റ് ഫയർ ചെയ്തെന്നുള്ള കാര്യം ഓർക്കാം. സോ അങ്ങനെ നമ്മൾ ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ടെസ്റ്റ് ഓഫ് സബ്മറൈൻ ലോഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ്. സബ്മറൈനിൽ നിന്നും ഒരു ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ച് ചെയ്ത് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കുക. ഇതിനു മുമ്പ് നമ്മൾ ലൈവ് മിസൈൽസ് ടെസ്റ്റ് ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതിന്റെ പ്രോട്ടോടൈപ്സ് ആയിരുന്നു ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ ലൈവ് ആയിട്ടുള്ള ഒരു മിസൈലും ഫസ്റ്റ് ടെസ്റ്റ് മിസൈൽ ലോഞ്ച് ചെയ്തു എന്നുള്ള കാര്യം ഓർക്കാം. ഇങ്ങനെ ഒരു ന്യൂക്ലിയർ കേപ്പബിൾ ബാലിസ്റ്റിക് മിസൈലും ഒരു ന്യൂക്ലിയർ സബ്മറൈനിൽ ലോഞ്ച് ചെയ്തതിലൂടെ ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ഒരു എലൈറ്റ് ക്ലാസ്സിലേക്ക് ഇടം പിടിച്ചിരിക്കുകയാണ്. ആ ഒരു ക്ലാസ്സിൽ ഇത് മുമ്പ് ഉണ്ടായിരുന്നത് US, റഷ്യ, ചൈന, ഫ്രാൻസ്, UK ആയിരുന്നു. ഇത്രയും രാജ്യങ്ങളായിരുന്നു, 5 രാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അവയുടെ കൂട്ടത്തിൽ ഇപ്പോൾ ആരും കൂടെ എൻ്റർ ചെയ്തിരിക്കുകയാണ്, ഇന്ത്യയും കൂടെ എൻ്റർ ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം കൂടി മറക്കാതെ ഓർത്തിരിക്കാം. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ K ഫാമിലി മിസൈൽസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ K എന്ന് പറയുന്നത് കലാം, അബ്ദുൽ കലാമിനോട് അദ്ദേഹത്തിനുള്ള ബഹുമാനമാണ്. സോ ഫാമിലി ഓഫ് സബ്മറൈൻ ലോഞ്ചഡ് ബാലിസ്റ്റിക് മിസൈൽസ് ആണ് K ഫാമിലി മിസൈൽസ് എന്ന് പറയുന്നത്. അതിൽ
ഓൾറെഡി തന്നെ നമ്മൾ ടെസ്റ്റ് ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് K15 സാഗരിക എന്ന് പറഞ്ഞുകൊണ്ടുള്ള റീസെന്റ് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് നമ്മൾ ടെസ്റ്റ് ഫയർ ചെയ്തത്. INS അരിഹന്ത് എന്ന് പറഞ്ഞ പോലെ ഇന്ത്യ അത് ടെസ്റ്റ് ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഏകദേശം ഷോർട്ട് റേഞ്ച് ആണ്, ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ്. 750 മുതൽ 1500 കിലോമീറ്റർ ഉണ്ടായിരുന്നു ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ടെസ്റ്റ് ഫയർ ചെയ്തിരിക്കുന്നത് K4 ബാലിസ്റ്റിക് മിസൈലാണ്. ഇതൊരു ആ, ഇതൊരു മീഡിയം റേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ്. 3500 to 4000 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. അതിനുശേഷം ഇപ്പൊ നിലവിൽ ഇന്ത്യ അണ്ടർ ഡെവലപ്മെന്റ് എന്ന് പറയാൻ പറ്റുന്നതാണ് K5ഉം K6ഉം. ഇത് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലാണ്. 5000 മുതൽ 6000, അതുപോലെ 8000 മുതൽ 12000 കിലോമീറ്റർ റേഞ്ച് ഉള്ളവയാണ് K5ഉം K6ഉം. അത് രണ്ടും ഇപ്പോൾ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലാണ്. അപ്പൊ അവർ രണ്ടും ഈ പറഞ്ഞ ഇന്ത്യയിലെ ഡെവലപ്പിംഗ് സ്റ്റേജിലാണെന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഇത് കുറച്ചുകൂടി ഈ പറഞ്ഞ ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈലായ അഗ്നി മിസൈൽസ് ഉണ്ടല്ലോ, അതിനേക്കാൾ കുറച്ചുകൂടെ ഫാസ്റ്ററും ലൈറ്ററും സ്റ്റെൽത്തിയറുമാണ്. ശത്രു രാജ്യങ്ങളുടെ റഡാറിൽ നിന്നൊക്കെ വെട്ടിച്ച് പെട്ടെന്ന് പോകാൻ കഴിയുന്ന രീതിയിലുള്ള സ്റ്റെൽത്തിയർ ആയിട്ടുള്ള ഫാസ്റ്റർ ലൈറ്റർ ആയിട്ടുള്ള മിസൈലാണ് ഈ ഒരു K ഫാമിലി അഥവാ K ഫാമിലി മിസൈൽസ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മുടെ ഒരു MCQ ആണ്, പ്രിലിംസ് MCQ ആണ്. ജസ്റ്റ് നമ്മൾ കണ്ട പോലെയുള്ള മിസൈൽസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുന്നവയാണ്. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും വായിച്ചിട്ട് ഇതിലേതാണ് കറക്റ്റ് എന്നുള്ളത്, ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നുള്ളത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് കറക്റ്റ് ആൻസർ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.